ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇത്ര നാൾ നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഐദൂസ് ഗിഫ്റ്റ് കോർണർ എന്ന ഈ ചാനലിൽ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻഗേജ്മെൻറ്റ് വർക്കാണ്. ഫുൾ സെറ്റായിട്ടുള്ള ഹാമ്പറാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ആദ്യത്തെ ഹാമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാമ്പറാണ്. ഇതിൽ മുകളിൽ ഡ്രസ്സ്, താഴെ ചപ്പൽ എന്ന രീതിയിൽ സെറ്റാക്കാനാണ്. രണ്ടാമത്തെ ഹാമ്പർ ഇതാണ്. ഇതിൽ ചോക്ലേറ്റ് സെറ്റ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഹാമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ മുകളിൽ ഫോണ്, അതുപോലെ താഴെ ജുവലറി ഐറ്റംസ്, പെർഫ്യൂം, അങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം ഒരുപാടൊന്നും ഇല്ലായിരുന്നു. കിറ്റിന്നൊക്കെ എടുക്കാൻ നല്ല പ്രയാസമുണ്ട്. എല്ലാം കൂടെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ വീട് വരെ എത്തിച്ചത്. അപ്പോൾ മൂന്നാമത്തെ ഹാമ്പർ ഇതാണ്. ഞാൻ പറഞ്ഞ പോലെ മുകളിൽ ഫോണ്, താഴത്തെ തട്ടിൽ ജുവലറി ഐറ്റംസ്, പെർഫ്യൂം, ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പിൻ്റെ വർക്കായതുകൊണ്ട് തന്നെ, നോമ്പ് സമയത്ത് എൻഗേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറയും അതുപോലെ എൻഗേജ്മെൻറ്റും കൂടെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പെട്ടെന്നെടുത്ത ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കും സമയം കിട്ടിയില്ല. അവർ പറഞ്ഞ ഡേറ്റിന് അന്ന് തന്നെ നമ്മൾ പോയി സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം തന്നെ ഇത് വർക്ക് തുടങ്ങിയത് രാവിലെ ഒരു 11 മണിയായപ്പോഴാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതുവരെ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ നെറ്റ് ഇത്തവണ ഞാൻ ഈ ടൈപ്പ് നെറ്റാണ് വാങ്ങിച്ചത്. സാധാരണ മീറ്ററിലാണ് ഞാൻ വാങ്ങാറുള്ളത്. പക്ഷേ അതെനിക്ക് നഷ്ടമായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഇതൊരു 3 മീറ്ററായിട്ടൊരു സെറ്റായിട്ട് വരുന്ന നെറ്റാണ് പാക്കറ്റിൽ. നല്ല ലാഭമായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്ലവർ ഈ 2 കളർ തീമിലാണ് ഫ്ലവർ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പീസ് ഫ്ലവറാണ് എടുക്കുന്നത്. പക്ഷേ എനിക്ക് അതിലും ഇച്ചിരി ഇഷ്ടപ്പെട്ടത് ഈ ടൈപ്പാണ്. ഇതാകുമ്പോൾ ലീഫ് ഉൾപ്പെടെ ഉണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് അലുകുലത്ത് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ഭംഗി കൂടാൻ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ചോക്ലേറ്റാണ്. പിന്നെ ഉണ്ടമുട്ട ഏത് വർക്കിന് മസ്റ്റായിരിക്കും. അത് വെക്കുമ്പോൾ ഒരു പ്രത്യേകതര ഭംഗിയായിരിക്കും നമ്മുടെ ഏത് വർക്കാണെങ്കിലും. എനിക്കത് വെക്കുമ്പോഴാണ് എന്തോ ഒരു പ്രത്യേകതരം സന്തോഷം തോന്നുന്നത് കാണുമ്പം. പിന്നെ സ്നിക്കേഴ്സ്, കിറ്റ് കാറ്റ്, ഇതെല്ലാം നമ്മൾ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ വൈകിട്ട് 3 മണിക്ക് കൊടുക്കേണ്ടതാണ്. ഇതുവരെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും ഡ്രസ്സ് എത്തി, ചപ്പൽ, പെർഫ്യൂം, അങ്ങനെ ബാക്കി മൊബൈൽ ഫോൺ ഇതൊന്നും എത്തിയിട്ടില്ല. കാരണം ചെക്കൻ്റെ പെങ്ങൾ ശാസ്താംകോട്ട എന്തോ ആണ്. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് വരണം, വന്ന് നമ്മുടെ തരണം. അത് സെറ്റ് ചെയ്ത ഉടനെ അവർക്ക് സാധനങ്ങളായിട്ട് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവുകയും വേണം. അതൊക്കെ കൊണ്ട് നമുക്ക് തീരെ ടൈം കുറവ് കിട്ടിയൊരു വർക്കാണിത്. ആ ടൈമിനുള്ളിൽ തന്നെ പെട്ടെന്ന് സെറ്റാക്കണമെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചോക്ലേറ്റിൻ്റെ ഹാമ്പറാണ് സെറ്റ് ചെയ്യുന്നത്. ടെർമോക്കോളൊക്കെ ഞാൻ ആദ്യമേ മുറിച്ച് വെച്ചിരുന്നു. ടെർമോക്കോൾ ആ ചോക്ലേറ്റിൻ്റെ ഹാമ്പറിൻ്റെ താഴെ വെച്ചിട്ട് ചോക്ലേറ്റ് അടുക്കുമ്പോഴായിരിക്കും ചോക്ലേറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്, കാണാനൊരു ഭംഗിയുള്ളത്. അല്ല എങ്കിൽ ടെർമോക്കോളിൻ്റെ ഭാഗത്ത് നമുക്ക് ചോക്ലേറ്റ് വെക്കാം. പക്ഷേ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ടെർമോക്കോൾ വെച്ച് അഡ്ജസ്റ്റ് ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഡബിൾ സൈഡ് ടേപ്പാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. മൊത്തം കവർ ചെയ്യാനാണ് ഡബിൾ സൈഡ് ടേപ്പ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടമിഠായിക്ക് വേണ്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പാണ്. ഉണ്ടമിഠായി 4 സൈഡിലും ഇങ്ങനെ സെറ്റാക്കാനാണ്. അപ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേകത ഭംഗിയില്ല. ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ഉണ്ടമിഠായി വിട്ടുള്ള ഒരു കളി ഒരു വർക്കിനും ഉണ്ടാകത്തില്ല. കാരണം അതിൻ്റെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആണെങ്കിലും സിൽവർ ഷെയ്ഡ് ആണെങ്കിലും അത് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. ചില വർക്കിനൊക്കെ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ കരുതുന്നത് മുട്ടായി അല്ല, എന്തോ അലങ്കാരത്തിന് വെച്ചേക്കുന്ന ബോളാണെന്നാണ്. ചിലർ ചോദിക്കുന്നത് എന്തോ സംഭവം നമ്മൾ ചോദിക്കാറുണ്ട്. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും, കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിലൊക്കെ മനസ്സിലാകും ചോക്ലേറ്റ് ആണെന്ന്. പക്ഷെ ചിലർ കരുതിയിരിക്കുന്നത് ഇതൊട്ട് അലങ്കാരത്തിന് വെച്ചിരിക്കുന്ന എന്തോ ഒരു ബബിളാണെന്ന്. പക്ഷേ ഇത് ചോക്ലേറ്റ് ആട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഒരു 50 എണ്ണം മതിയായിരിക്കും. പക്ഷേ ഞാൻ 60 എണ്ണം വാങ്ങി വെക്കും. കാരണം ഈ 50 എണ്ണം വാങ്ങി അവൻ 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ 10 എണ്ണത്തിന് ഞാൻ പോകാൻ നിൽക്കണം. 60 എണ്ണം വാങ്ങി വെച്ചാൽ 10 എണ്ണം അവന് വേണ്ടിയായിരിക്കും. അവന് ഓരോന്ന് ഇങ്ങനെ കയറി ഇറങ്ങി തിന്നോളൂ. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് അതിൽ സെറ്റാക്കുവാണ്. ഓരോ ഉണ്ടമുട്ടായി നമ്മൾ അതിലടുക്കുവാണ്. ഞാനിങ്ങനെ ഉണ്ടമുട്ടായി നേട്ടം വിളിക്കുന്നത്. ചിലർ വെറൈറ്റിക്ക് ചോക്ലേറ്റ്, റൗണ്ട് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കിതിനെ ഉണ്ടമുട്ടായി തന്നെ വിളിക്കാനാണ് ഇഷ്ടം. അങ്ങനെ 4 സൈഡിലും ഹാമ്പറിൻ്റെ ഇത് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചോക്ലേറ്റിൻ്റെ വർക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി. ആ സമയത്തിലേക്ക്
ചെക്കൻ്റെ പെങ്ങൾ എന്തോലും മൊബൈൽ ഫോണും ബാക്കി കാര്യങ്ങളും കൊണ്ടുവരും. എന്നിട്ട് അതിന് ശേഷം നമുക്കത് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ മുഴുവൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഈ ലോങ് വീഡിയോയ്ക്കകത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നമുക്ക് തുച്ഛമായ സമയമേ കിട്ടിയിട്ടുള്ളായിരുന്നു. ആ സമയത്തിനുള്ളിൽ ഫോണും അതുപോലെ ഈ ഓർണമെൻറ്റ്സ് ഐറ്റംസും പെർഫ്യൂമും ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതിന് ഡ്രസ്സും ചപ്പലും മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ നമ്മൾ വാങ്ങിച്ചാണ്, ചോക്ലേറ്റും കാര്യങ്ങളും. അപ്പോൾ ഞാൻ കരുതി അവരെത്തുന്ന സമയത്ത് ചോക്ലേറ്റും ഡ്രസ്സും ഒക്കെ സെറ്റ് ചെയ്യാം, അവരെത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ അവരെത്തിയതിന് ശേഷമുള്ള ആ കുറച്ച് സമയമായിരുന്നു അതിക്രൂശമായ സമയം. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അത് സെറ്റ് ചെയ്യുന്നത്. ബാക്കി അതിന് മുന്നേ ഉള്ള സെറ്റിങ്സൊക്കെ പരമാവധി ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ 4 സൈഡിലും ചോക്ലേറ്റ് ഈ ഉണ്ടമുട്ടായി അടുക്കുവാണ്. നടുക്ക് പിന്നെ നമ്മൾ കിറ്റ്കാറ്റ്, ഗാലക്സി, അതുപോലെ സ്റ്റിക്കേഴ്സ് ഇതൊക്കെ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നോമ്പുമുറിയുടെ സമയം ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ലോങ് ആണെന്ന് തോന്നുന്നു പെണ്ണിൻ്റെ വീട്. അപ്പോൾ ഒരു 3 മണി 4 മണി എന്തോ ആകുമ്പോൾ ഇറങ്ങിയാൽ നോമ്പ് മുറിക്കുന്ന സമയത്ത് അങ്ങോട്ട് എന്നാൽ കയറാൻ പറ്റത്തില്ല. പിന്നെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. അപ്പോൾ നേരത്തെ അവിടെ എത്താനാണ് അവർ നേരത്തെ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് നേരത്തെ കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇതിന് നല്ലോണം കുറച്ച് ഈ ഫൈനൽ ലുക്ക് നമുക്ക് നല്ലോണം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം പെട്ടെന്നുള്ള വർക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൂട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു വർക്ക്. അങ്ങനെ ചോക്ലേറ്റൊക്കെ ഒരുവിധം അടിക്ക് തീരാറായി. പിന്നെ നെറ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞാൽ ഞാൻ മീറ്റർ 60-70 എന്തോ രൂപയ്ക്കായിരുന്നു സാധാരണ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന നെറ്റ് വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കത് നഷ്ടമായിട്ടാണ് തോന്നിയത്. ഇത്തവണ എനിക്ക് അവിടെ ഷോപ്പിൽ ചെന്നപ്പം തന്നെ അവിടുത്തെ ചെക്കന് സെറ്റായിട്ടുള്ള പുതിയ നെറ്റ് വന്നിട്ടുണ്ട് എത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതാണ് വാങ്ങിച്ചത്. എനിക്കൊരു 3 മീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നത്. അതെന്തോ ഒരു 150 റേറ്റ് എങ്ങാണ്ട് വരുന്നോളായിരുന്നു ആ നെറ്റ്. എനിക്കത് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും നീളമുള്ള നെറ്റ് ഇത്രയും തുച്ഛമായ വിലയ്ക്ക് മറ്റേ മീറ്ററിലെ നെറ്റ് വാങ്ങുന്നേക്കാൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് വളരെ നല്ലതായിരുന്നു. അങ്ങനെ നമ്മുടെ ഉണ്ടമുട്ടായി എല്ലാം അടുക്കി കഴിഞ്ഞു. നടുക്ക് നമ്മൾ മുഴുവനായിട്ട് ടേപ്പ് ഒട്ടിക്കുന്നില്ല എന്നാണ് കരുതിയത്. കാരണം ചോക്ലേറ്റിൻ്റെ ബാക്കിൽ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് വീതം സെറ്റാക്കാമെന്നാണ് കരുതിയത്. നല്ലോണം സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇത് കാറിലൊക്കെ ആണെങ്കിലും കൊണ്ടുപോകേണ്ട സാധനമല്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇളകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ നല്ലോണം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലെയറിൽ നമ്മൾ കിറ്റ്കാറ്റാണ് വെച്ചേക്കുന്നത്. 1 2 3 4 5 കിറ്റ്കാറ്റോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിറ്റ്കാറ്റിൻ്റെ ബാക്കിലും അങ്ങനെ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്യുവാണ്. സാധാരണ ഈ ഡബിൾ സൈഡ് ടേപ്പൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെക്കുമ്പോൾ അതിലെ സ്റ്റിക്കർ ഇളക്കുന്നത് എൻ്റെ മോനാണ്. പക്ഷേ ഇന്നവൻ എൻ്റെ അടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പണി പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഇല്ലെങ്കിൽ അവൻ്റെ പുറകെ നിൽക്കണം. ഈ മിഠായിയൊക്കെ എടുക്കുമ്പോൾ കുഞ്ഞു പിള്ളേരല്ലേ, എന്തായാലും അവർക്ക് ആഗ്രഹം തോന്നിത്തിന്നാൻ. എന്നാലും ഞാൻ അവന് വേണ്ടി ഒരു പങ്ക് മാറ്റി വെക്കാറുണ്ട്. എങ്കിലും ഞാൻ ചെയ്യുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് 1-2 മിഠായി ഒന്ന് കഴിച്ചാലേ ഇച്ചിരി സമാധാനമാകത്തുള്ളൂ. അങ്ങനെ കിറ്റ്കാറ്റൊക്കെ അടുക്കി വെക്കുകയാണ്. എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ലോണം എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയൊക്കെയോ ഞാൻ തട്ടിക്കൂട്ടി 2-3-4 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ ഒരുവിധം നടന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്നുള്ള വർക്കാണ്ട് എല്ലാ ക്രാഫ്റ്റേഴ്സിനും അറിയാം, തിരക്ക് പിടിച്ച് നമ്മൾ എന്ത് സാധനം ചെയ്താലും നമുക്ക് അവസാനം നമ്മുടെ മനസ്സിന് തൃപ്തി ആവത്തില്ല. പിന്നെ ഈ ഫോട്ടോസും കിട്ടാത്തതുകൊണ്ട് എൻ്റെ മനസ്സിന് വലിയ തൃപ്തി ആയിട്ടില്ല ഈ വർക്ക്. നമ്മൾ സാധാരണ എൻഗേജ്മെൻറ്റിൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ വർക്ക് തലേ ദിവസമായിരിക്കും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. കാരണം പിറ്റേ ദിവസം തലേ ദിവസം ഫോട്ടോ എടുക്കാറുണ്ട്. പിറ്റേ ദിവസം കൊണ്ടുപോകുന്നതിന് മുന്നേ ഞാൻ പുറത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുവച്ച് ഫോട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എടുക്കാറുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുന്നവർക്കറിയാം എൻ്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെയാണ്. കുറച്ച് അലുകുലത്തെ സാധനങ്ങളെല്ലാം വെച്ച് ലീഫും അതേകൂട്ട് ഞാൻ എവിടെ പോയാലും ആദ്യം നോക്കുന്നത് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് കിട്ടുമെന്നാണ്. എൻ്റെ കയ്യിൽ കുറേ ഉണ്ടെങ്കിലും പിന്നെയും ഞാൻ പോകുമ്പം വെക്കും, വാങ്ങി വെക്കും. അതിനോട് ഉമ്മി പറയുന്നത് പിന്നെയും ഇതിന് നീ വാങ്ങുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന വൈറ്റ് ഷീറ്റ് ഒരുപാട് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. മീഷോയിൽ നിന്ന് എന്തോ ബൾക്കായിട്ട് എനിക്ക് കിട്ടിയപ്പം 8 പീസും കണ്ട്
എനിക്ക് സെറ്റായിട്ട് കിട്ടിയത്. അതും തുച്ഛമായ റേറ്റിനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരുപാട് ഇരിപ്പുണ്ട്. പിന്നെ അതിന് മുന്നേ പീസായിട്ട് വാങ്ങിച്ചതൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ കിറ്റ്കാറ്റിൻ്റെ ഇപ്പുറം നമ്മൾ സ്നിക്കേഴ്സാണ്. ഗാലക്സി ഞാൻ വാങ്ങിച്ചായിരുന്നു, പക്ഷേ കിറ്റ്കാറ്റിൻ്റെ ഇപ്പുറം നമ്മളിപ്പോൾ സ്നിക്കേഴ്സാണ് സെറ്റ് ചെയ്യുന്നത്. സ്നിക്കേഴ്സിൻ്റെ ബാക്കിലും ഡബിൾ സൈഡ് ടേപ്പ് സെറ്റാക്കി കൊടുക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ടേപ്പ് നമ്മുടെ റെഡ് ഷെയ്ഡ് വരുന്ന ടാൽക്കി ടേപ്പ്. എനിക്കത് വലിയൊരു, എല്ലാവരും പറയും നല്ല പശയാണെന്ന്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അത് ഒന്നാമത്തെ കാര്യം മെനക്കെടുന്നത് അത് കട്ട് ചെയ്യുന്നതാണെങ്കിലും സ്റ്റിക്കർ ബാക്കിൽ നിന്ന് എടുത്ത് ഇളക്കുന്നതാണെങ്കിൽ എനിക്ക് വലിയ റിസ്ക്കായിട്ടാണ് തോന്നിയത്. പക്ഷേ എനിക്ക് ഈ സ്റ്റിക്കർ നല്ല ഇഷ്ടമാണ്. കാരണം ഇത് നല്ല എളുപ്പത്തിൽ തന്നെ എനിക്ക് സ്റ്റിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ പണ്ടേ ഉള്ള ഡബിൾ സൈഡ് ടേപ്പാണല്ലോ. കുഞ്ഞിൻ്റെ ആയുധമോനാണെങ്കിൽ പെട്ടെന്ന് സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ഈ വർക്കിന് ഇരിക്കുമ്പോൾ അവനാണ് ഈ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ബാക്ക് ഇളക്കി തരുന്നത്. അവനാണെങ്കിലും വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കും അതുകൂട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോഴും എനിക്ക് നല്ല പശയായിട്ട് തോന്നിയത് ഇതാണ്. പക്ഷെ മിക്കവർക്കും ടാൽക്കി ടേപ്പാണ് തോന്നുന്നത് നല്ല പശയായിട്ട്. പക്ഷേ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇതായിരിക്കും. അത് ചെയ്യുന്ന ഒരു ഇതിൻ്റെ എളുപ്പം കൊണ്ടായിരിക്കാം എന്തോ. അങ്ങനെ ഗാലക്സി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചോക്ലേറ്റ് അടിക്കിയതിന് ശേഷമുള്ളൊരു ലുക്ക് ഇതാണ്. അടുത്ത് നമ്മൾ ഡ്രസ്സിൻ്റെ ഹാമ്പറാണ് സെറ്റ് ചെയ്യുന്നത്. ലെഹങ്കയായിരുന്നു ഡ്രസ്സ്. മുകളിലാണ് നമ്മൾ ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നത്. താഴെ ചപ്പലും സെറ്റ് ചെയ്യാനാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ നല്ലോണം മടക്കി വെക്കുവാണ്, കാരണം ആ ഒരു ഹാമ്പറിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ. അങ്ങനെ ഡ്രസ്സ് നമ്മൾ മുകളിലത്തേനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം വലിയ ലെഹങ്ക ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊന്തി നിൽക്കും അതിനകത്ത്. പിന്നെ സൈഡെല്ലാം ഒന്ന് പിടിച്ച് സെറ്റ് ചെയ്യുകയാണ്, കാരണം പുറത്തോട്ടൊന്നും കിടക്കില്ലല്ലോ. ആ ഒരു ഹാമ്പറുമായിട്ട് നല്ല ചേരുന്നൊരു കളറായിരുന്നു ഡ്രസ്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ കൂടുതൽ വർക്കിന് ഈ വുഡിൻ്റെ ഹാമ്പർ തന്നെയാണ് സെറ്റ് ചെയ്യല്. വുഡിൻ്റെ തന്നെ എല്ലാം ആകുമ്പോൾ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. പിന്നെ ഫോണും അതേോട്ട് ചപ്പലും. ഫോൺ എത്തി കേട്ടോ, ഈ സമയമായപ്പോഴത്തേക്കും ഫോൺ എത്തിയിരുന്നു. അങ്ങനെ ചപ്പൽ താഴെ വെക്കാനാണ് ഉദ്ദേശിച്ചത്. ചപ്പൽ നല്ല ഒരു വെറൈറ്റി ചപ്പലായിരുന്നു. ചപ്പലിൻ്റെ അടിയിൽ ഇതേകൂട്ട് ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഈ ഡബിൾ സൈഡ് ടേപ്പിൽ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് തന്നെ അത് അവിടെ ഇരുന്നോളും. അതുകൊണ്ട് തന്നെ ഡബിൾ സൈഡ് ടേപ്പിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുവാണ്. എല്ലാവരും കരുതല്ലേ വീഡിയോ തുടങ്ങിയത് മുതൽ ഞാൻ ഇങ്ങനെ ബളബള സംസാരിക്കുന്നെന്ന്. എൻ്റെ സംസാരത്തിന് സ്പീഡുണ്ടെന്ന് ശരി പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പരമാവധി സ്പീഡ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്തോ ചെയ്യാനാണ്, എൻ്റെ സംസാരത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്പീഡ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ചപ്പലിൻ്റെ ബാക്കിലും ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്യുവാണ്. ഇതിൽ പിന്നെ നെറ്റ് കെട്ടുന്നതും ഫ്ലവർ കെട്ടുന്നതായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം സമയം കിട്ടിയില്ല ഒന്നിനും എടുക്കാൻ. പെട്ടെന്ന് കൊടുക്കേണ്ട വർക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തുള്ളി സമയം പോലും കിട്ടിയില്ല അതിൻ്റെ ഒന്നും വീഡിയോ നല്ലോണം എടുക്കാനായിട്ട്. പിന്നെ അവസാനം എല്ലാത്തിൻ്റെ ഓരോ ജസ്റ്റ് പിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലോണം ഒന്നും എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് പിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പെങ്ങളാണെങ്കിലും കല്യാണ ചെക്കനാണെങ്കിലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മെസ്സേജ് അയച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ചപ്പലും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ വീഡിയോ ഇവിടം കൊണ്ട് തീരാൻ പോവുകയാണ്. ഇനി കുറച്ച് ഫോട്ടോസാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ലൈക്കൊക്കെ അടിച്ചേക്കണം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. 4 ഹാമ്പർ ഒന്ന് അതിൻ്റെ ജ്വല്ലറി ഐറ്റംസാണ്. ഇത് ഡ്രസ്സിൻ്റെ ഹാമ്പറാണ്. മുകളിൽ ഡ്രസ്സും താഴെ ചപ്പലും നെറ്റും ഫ്ലവറും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഹാമ്പർ, അതിൽ നമ്മൾ നെറ്റും ഫ്ലവറും സെറ്റ് ചെയ്ത്. അടുത്ത ഫോണിൻ്റെ ഹാമ്പർ, മുകളിൽ ഫോണ് താഴെ പെർഫ്യൂമൊക്കെ